നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഷാഫി പറമ്പിൽ എംപിക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. അദ്ദേഹം ചോര ഒലിച്ചു പോകുന്ന വീഡിയോ പ്രചരിക്കുന്നു. അതിനുശേഷം ശസ്ത്രക്രിയ നടന്നുവെന്ന വിവരം വരുന്നു. പക്ഷേ ഇടത് അനുകൂല ഫേസ്ബുക്ക് പേജുകളിലടക്കം ഈ ഒരു ചോര എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിലുള്ള ചോരയല്ല, അത് ചുവന്ന മഷിയാണ്. മാത്രമല്ല ഇതൊരു വ്യാജമാണ് അല്ലെങ്കിൽ നാടകമാണ് ഈ അരങ്ങേറുന്നത് എന്ന തരത്തിലുള്ള ട്രോളുകളൊക്കെ ഇടതനുകൂല പേജുകളിൽ നിറഞ്ഞിരുന്നു. അതിന് പിന്നാലെ ശസ്ത്രക്രിയയൊക്കെ പൂർത്തിയായി ശസ്ത്രക്രിയ കഴിഞ്ഞിരിക്കുന്ന ഷാഫിയെ കാണാൻ നേതാക്കളെത്തിയ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ ഈ താടി വടിക്കാതെയാണോ ശസ്ത്രക്രിയ നടത്തിയത് എന്ന തരത്തിലുള്ള പരിഹാസങ്ങൾ വീണ്ടും ഇടതനുകൂല പേജുകളിൽ സജീവമായിരുന്നു. ഈ ഒരു ആക്ഷേപങ്ങൾക്ക് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നിഷാൻ പരപ്പനങ്ങാടി എന്ന വ്യക്തി. അദ്ദേഹം ഫേസ്ബുക്കിലൂടെയാണ് ഈ ആക്ഷേപങ്ങൾക്കെതിരെ പ്രതികരിച്ചിരിക്കുന്നത്. താടിയും മീശ ഷേവ് ചെയ്യാൻ എങ്ങനെയാണ് ഷാഫി പറമ്പിൽ സർജറി ചെയ്തതെന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് അദ്ദേഹം ഒരു വെല്ലുവിളിയിലൂടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ഈ സർജറി വ്യാജമാണ് എന്നാണ് ഡോക്ടറേറ്റുള്ള അന്തങ്ങൾ തൊട്ട് സൂപ്പർ മാർക്കറ്റിൽ ബുച്ചറി സെക്ഷനിൽ ഇറച്ചി വെട്ടുന്ന സാധാരണ അന്തങ്ങളുടെ വരെ വാദമെന്ന് നിഷാൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ഇനി വസ്തുത നോക്കാം. കേരളത്തിലെ ഏറ്റവും പ്രമുഖ ആശുപത്രികളിൽ ഒന്നായ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ പുറത്തിറക്കിയ മെഡിക്കൽ ബുള്ളറ്റിൻ പ്രകാരം ഷാഫിയെ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞത് മൂക്കിന്റെ പാലത്തിന് പൊട്ടലുണ്ട് എന്നാണ്. ഇത് സർജറി ചെയ്ത് സുഖപ്പെടുത്തുമ്പോൾ സർജിക്കൽ സ്പോട്ടിന്റെ പരിസരങ്ങൾ അഥവാ താടി മീശയും ഷേവ് ചെയ്യേണ്ടെന്നാണ് CPM സൈബർ കോമാളികൾ ചോദിക്കുന്നത്. ബുള്ളറ്റിനിൽ വ്യക്തമായി പറയുന്നുണ്ട്, സാധാരണ ചെയ്യുന്നത് പോലെ പുറത്തേക്ക് മുറിവുണ്ടാക്കുന്ന ഓപ്പൺ സർജറി അല്ല, മറിച്ച് കവണ പോലെ ഒരു സർജിക്കൽ ഉപകരണം മൂക്കിന്റെ അകത്തേക്ക് കയറ്റി ഭാഗ്യമായി ഒരു മുറിവ് സൃഷ്ടിക്കാത്ത വിധമുള്ള ക്ലോസ്ഡ് റിഡക്ഷൻ സർജറി, പിന്നെ എൻഡോസ്കോപ്പി സർജറി അതായത് കുഴലിറക്കി ചികിത്സ എന്നിവ വഴിയാണ് നേസൽ ബോൺ അതായത് മൂക്കിന്റെ പാലം നേരെയാക്കിയത്. സഖാക്കൾ കരുതിയത് ഷാഫിയുടെ മൂക്ക് ഡോക്ടർമാർ 4 പീസാക്കി 4 ട്രേയിൽ വെച്ച് പൊട്ടിയ ഭാഗം സൂപ്പർ ഗ്ലൂ വെച്ച് ഒട്ടിച്ച് തിരികെ സ്ക്രൂ ഇട്ട് മുറുക്കിയതാണ്. മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ആരോടെങ്കിലും ഒരാളോട് ചോദിച്ചാൽ നിമിഷങ്ങൾ കൊണ്ട് വ്യക്തത വരുത്താമെന്നിരിക്കെ സർജറി വ്യാജമാണെന്ന് പറഞ്ഞ് ആശ്വസിച്ച് നടക്കുന്ന സൈബർ അന്തങ്ങളെ സമ്മതിച്ചേ മതിയാവൂ. വളരെ ശ്രദ്ധിക്കപ്പെട്ട കാര്യം, താടി മീശയും ഷേവ് ചെയ്യാത്ത ഈ സർജറി വ്യാജ സർജറിയാണെന്നും പറഞ്ഞ് ഒരൊറ്റ താത്വിക മെഡിക്കൽ ബുദ്ധിജീവികളും ഇതുവരെ വന്നില്ലെന്നത് ആശ്ചര്യം. കാരണം പല രീതിയിൽ വ്യാഖ്യാനം സാധ്യമായ ചരിത്രവും ആദർശവും പലപ്പോഴായി വളച്ചൊടിച്ച് ഇടത്തേക്ക് ചരിക്കുന്ന പോലെ ചരിക്കാവുന്നതല്ല മെഡിക്കൽ വസ്തുതകൾ. കാരണം അതിൽ സാങ്കേതിക യാഥാർത്ഥ്യങ്ങൾക്കാണ് പ്രാധാന്യം. നുണ പറയാൻ പറ്റില്ല. വട്ടത്തിലും നീളത്തിലും ആഴത്തിലും ആണെങ്കിലും ഗൈഡിനെ സ്വാധീനിച്ച് PhD നേടിയ സഖാക്കളെ പോലെ പഠിക്കാതെ MBBS നേടിയ അന്തങ്ങളില്ലെന്ന് ഈ നിശബ്ദത കൊണ്ട് ബോധ്യമായി. ഇനി വരുമോ എന്നും അറിയില്ല. സഖാക്കൾക്ക് പരിചയമുള്ള ഷേവ് ചെയ്യാൻ നടത്തുന്ന ഓപ്പൺ സർജറി വടിവാള് കൊണ്ടുള്ള സർജറിയാണ്. അത് പലപ്പോഴായി ചെയ്തിട്ടുണ്ട്. മുഖത്ത് 51 വെട്ടുവെട്ടിയ TPയെ കൊന്നപ്പോൾ, ഷുക്കൂറിന്റെ ഇടത്തെ നെഞ്ചിൽ നോക്കി കത്തി ഇറക്കി ഒരൊറ്റ കുത്തിന് ജീവൻ തീർത്തപ്പോൾ, ഷുഹൈബിനെ കാലിനെ വെട്ടി ഞരമ്പ് വലിച്ചെടുത്ത് രക്തം ഒഴുക്കി കൊന്നപ്പോൾ എല്ലാം സഖാക്കൾ മെഡിക്കൽ എക്സ്പെർട്ടുകളെ പോലും അതിശയിപ്പിക്കും വിധം കൈകാര്യം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്തരം അനുഭവ പരിചയങ്ങളെ കാണും. അടി കൊണ്ടില്ലെന്ന് ആദ്യം പറഞ്ഞു. ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ ചോദിക്കുന്നത് തലയ്ക്ക് കൊണ്ടാൽ മൂക്കിൽ നിന്നെങ്ങനെ ചോരയെന്ന്. മെഡിക്കൽ ബുള്ളറ്റിൻ വന്നപ്പോൾ പറഞ്ഞത് ഷേവ് ചെയ്യാത്ത സർജറി വ്യാജമെന്ന്. പോലീസിലെ ചിലർ ബോധപൂർവ്വം സംഘർഷത്തിന് ശ്രമിച്ചുവെന്ന് അല്പം മുമ്പ് റൂറൽ SP പറഞ്ഞു. റൂറൽ SPക്ക് പിന്നിൽ ജമാഅത്തെ ഗോവിന്ദ മാസ്റ്റർ ഉടനെ പറയും. സഖാക്കളെ വെല്ലുവിളിക്കുകയാണ്. ഷേവ് ചെയ്യാതെ അങ്ങനെയുള്ള സർജറി ചെയ്യാൻ കഴിയില്ലെന്ന് നിങ്ങളുടെ പാർട്ടി അനുഭാവികളായ ഏതെങ്കിലും മെഡിക്കൽ ഡോക്ടറെ കൊണ്ട് ഒരു പ്രസ്താവന നടത്തിക്കൂ. എന്നിട്ട് ഷാഫിയും UDFകാരെ നാണം കെടുത്തു എന്നാണ് നിഷാൻ പരപ്പനങ്ങാടി ഫേസ്ബുക്കിൽ കുറിച്ചത്. കഴിഞ്ഞ ദിവസമൊക്കെ ഷേവ് ചെയ്യാത്ത സർജറി നടന്നു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ ശക്തമായിരുന്നു. കേരളം ആരോഗ്യ രംഗത്ത് ഒരുപാട് പുരോഗമിച്ചു എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. കാരണം എവിടെയെങ്കിലും ഒരു ഓപ്പറേഷൻ തീരുമാനിച്ചാൽ ഓപ്പറേഷൻ ചെയ്യുന്നതിന് പരിസരം ഷേവ് ചെയ്ത് മാറ്റുന്ന ഹോസ്പിറ്റലുകാർ ഷാഫിയുടെ മീശ പോലും അടിക്കാതെ 3 മണിക്കൂർ കൊണ്ട് ഓപ്പറേഷൻ പൂർത്തിയാക്കി എന്നതടക്കമുള്ള ആക്ഷേപങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം മുഴുവൻ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞത്. മീശ അടിക്കാതെ നേസൽ ബോൺ എൻഡോസ്കോപ്പിക് സെപ്റ്റോപ്ലാസ്റ്റി ചെയ്ത ആദ്യത്തെ ആൾ ഷോഫിക്കായിരിക്കും. ശരീരത്തിൽ എവിടെയെങ്കിലും ഓപ്പറേഷൻ തീരുമാനിച്ചാൽ പരിസര പ്രദേശം മുഴുവൻ ഷേവ് ചെയ്ത് മാറ്റുന്ന ഹോസ്പിറ്റലുകാർ ഷോഫിക്കാരുടെ മീശ പോലും അടിക്കാതെ 3 മണിക്കൂർ ഓപ്പറേഷൻ പൂർത്തിയാക്കി. ഇത് ചെയ്ത ഡോക്ടർക്ക് മെഡിക്കൽ ഫീൽഡിൽ നൊബേൽ സമ്മാനവും ഗിന്നസ് വേൾഡ് റെക്കോർഡും ഒന്നിച്ചു കൊടുക്കണം. 3 മണിക്കൂർ മൂക്കിൽ സർജറി ചെയ്ത മഷി പറമ്പിലെ താടി മീശയും അതേപോലെ ഇരിക്കുന്നു എന്നത് വെള്ളം വീഞ്ഞാക്കിയത് പോലെയുള്ള അത്ഭുതമാണ്. നിങ്ങൾ ഇത് എന്താണിക്ക? ഇത്തരത്തിലുള്ള പരിഹാസങ്ങളും ട്രോളുകളും ആയിരുന്നു നിറഞ്ഞത്. എന്തായാലും അതിനൊരു മറുപടിയാണ് നിഷാൻ പരപ്പനങ്ങാടി നൽകിയിരിക്കുന്നത്.
അതേസമയം ആഭ്യന്തര വകുപ്പിനെതിരെയുള്ള ആരോപണം ശക്തമാവുകയാണ്. പാർലമെന്റ് അംഗമായ ഷാഫി പറമ്പിലിന്റെ തലയിൽ ലാത്തി കൊണ്ടടിച്ചിട്ടും ഉത്തരവാദികളായ പോലീസുകാർക്കെതിരെ ചെറുവിരൽ പോലും ആഭ്യന്തര വകുപ്പ് അനക്കിയിട്ടില്ല, യാതൊരു നടപടി സ്വീകരിച്ചിട്ടില്ല. ഇത് വിമർശന വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് മാനുവലിലെ സെക്ഷൻ 79 പ്രകാരം കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി പ്രതിരോധത്തിന് ലാത്തി ഉപയോഗിക്കാം, എങ്കിലും സമരക്കാരുടെ തലയിൽ ഉൾപ്പെടെ ലാത്തി അടിക്കരുതെന്ന് കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു ആക്രമണം നടന്നിരിക്കുന്നത്. ഈ നടപടിയിൽ സർക്കാർ മൗനം പാലിക്കുന്നതിനെതിരെയാണ് ഇപ്പോൾ വിമർശനങ്ങൾ ശക്തമാകുന്നത്. മൂക്കിന് പൊട്ടലേറ്റ് ഷാഫി പറമ്പിനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിട്ടും പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിനെതിരെ പ്രതിഷേധം ഘടിപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ജനപ്രതിനിധിക്ക് നിയമത്തിന്റെ പരിരക്ഷ കിട്ടിയില്ലെങ്കിൽ സാധാരണക്കാരായ പൗരൻ എന്ത് നീതി എന്നാണ് ചോദ്യം. 2024 മെയ്യിൽ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്താണ് പ്രതിഷേധക്കാരെ തലയ്ക്ക് പോലീസ് അടിക്കരുതെന്ന ഉത്തരവ് ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കിയത്. ആലപ്പുഴ കളക്ടറേറ്റ് മാർച്ചിനിടെ യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ തലയ്ക്കടിച്ചതിനെ പറ്റി പ്രതിപക്ഷ MLA-മാർ നിയമസഭയിൽ ഉന്നയിച്ച ചോദ്യത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ മറുപടിക്ക് പിന്നാലെയായിരുന്നു ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവ്. സമരക്കാരുടെ തലയ്ക്ക് അടിക്കരുതെന്ന് കോടതി ഉത്തരവുകളുണ്ട്. ലാത്തിയുടെ അരയ്ക്ക് താഴെ മതിയെന്ന് ലോക്നാഥ് ബെഹ്റ DGP ആയിരിക്കെ കർശന നിർദ്ദേശവും നൽകിയിരുന്നു. നിരായുധരായ സമരക്കാരെ തലയടിച്ചു പൊട്ടിച്ചാലോ ക്ഷതമേൽപ്പിച്ചാലോ IPC 323, 341 വകുപ്പുകൾ ചുമത്തി പോലീസുകാർക്കെതിരെ കേസെടുക്കാം. ജലപീരങ്കിയും കണ്ണീർവാതവും പ്രയോഗിച്ച ശേഷവും അക്രമം ഉണ്ടാക്കിയാലല്ലാതെ ലാത്തിചാർജ് പാടില്ലെന്നിരിക്കെയാണ് പോലീസ് ഷാഫിയുടെ തലയ്ക്കടിച്ചത്. തലയ്ക്കടിക്കുന്ന പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ DGP ആയിരുന്ന അനിൽ കാന്തിനും നിർദ്ദേശം നൽകിയിരുന്നു. ലാത്തി കൊണ്ടുള്ള അടി അരയ്ക്ക് താഴെ മാത്രമാക്കാൻ സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ പരിശീലനവും നൽകിയിട്ടുണ്ട്. ലാത്തി കൊണ്ട് തലയ്ക്കടിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാവുന്നത് പോലീസിന് കിട്ടുന്ന പരിശീലനത്തിന്റെ കുഴപ്പം കൊണ്ടാണെന്ന് കണ്ടെത്തലിനെ തുടർന്നായിരുന്നു ഇത്. ബ്രിട്ടീഷുകാർ 1931 നടപ്പാക്കിയ പരിശീലന രീതിയാണ് ലാത്തിയുടെ ഉപയോഗത്തിന്റെ കാര്യത്തിൽ പോലീസിൽ ഇപ്പോഴും തുടരുന്നത്. ശത്രുവിന്റെ തലയ്ക്കടിക്കാനും ആവശ്യമെങ്കിൽ വായിലും നാഭിക്ക് കുത്താനുമുള്ള പരിശീലനമാണ് നേരത്തെ പോലീസിന് നൽകിയിരുന്നത്. എന്നിട്ടും കീഴടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കഴുത്തിന് ലാത്തി കൊണ്ടൊരു തട്ട് കൊടുക്കുക എന്ന രീതിയിലായിരുന്നു പരിശീലനം. 2018 മുതൽ പുതിയ പരിശീലനത്തിൽ അടി അരയ്ക്ക് താഴെ മാത്രം മതി എന്ന രീതിയിലാക്കി. എന്നാൽ പലപ്പോഴും സമരങ്ങൾ അടിച്ചമർത്താൻ പ്രവർത്തകരുടെ തലയ്ക്കടിക്കുകയാണ് പോലീസുകാരുടെ പതിവ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.